കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ സെഗ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് അസൂയയും കുശുമ്പും. ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അസൂയയും കുശുമ്പും ഉള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. പല ആൾക്കാരും വിളിച്ചിട്ടുണ്ടെങ്കിൽ, പല സ്ത്രീകളും വിളിച്ചിട്ടുണ്ടെങ്കിൽ പറയാറുള്ള ഒരു കാര്യമാണ്, എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ആൾക്കാർ എന്നോട് ഭയങ്കര അസൂയയാണ്. ഞാനൊരു സാരി ഉടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പിന്നെ മിണ്ടില്ല. ഞാനൊരു സ്വർണ്ണാഭരണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം എന്നോട് മിണ്ടില്ല. നല്ലൊരു സാരി എടുത്ത് കല്യാണങ്ങൾക്ക് വല്ലതും പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്നോട് മിണ്ടില്ല. അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ അതേ വസ്ത്രം മേടിക്കുക, അതേ ആഭരണം മേടിക്കുക, അതേ എന്ത് ചെയ്യുന്നോ അയൽവക്കത്ത് താമസിക്കുന്ന അതേ സാധനം തന്നെ മറ്റാളും മേടിക്കുക. ഇതൊരു അസൂയയാണോ? ഈ അസൂയ കൊണ്ട് നമുക്ക് ദോഷമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പല സ്ത്രീകളും കൊണ്ട് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ഈ അസൂയ കുശുമ്പ എങ്ങനെയാണ് വരുന്നത്? മനസ്സിലാണ് വരുന്നത്. മനസ്സിൽ നിന്ന് വരുന്നത് അഞ്ചാം ഭാവം കൊണ്ടാണ്. മനസ്സിൽ അഞ്ചാം ഭാവത്ത് നീചഗ്രഹങ്ങൾ നിന്നാൽ സൗമ്യമായിട്ട് മനസ്സിൽ താലോലിച്ചുകൊണ്ട് നമ്മളെയൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അസൂയയും കുശുമ്പും ഉണ്ടാക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം വരുന്ന സ്ത്രീകൾക്ക്, അതുപോലെ ഭരണി നക്ഷത്രം വരുന്ന സ്ത്രീകൾക്ക്. പക്ഷേങ്കിൽ ഇവർക്കൊക്കെ അസൂയ ഉണ്ട് എങ്കിൽ തന്നെ ഇവർക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. മനസ്സ് വളരെ ചഞ്ചല ചിത്താഗതിയും വളരെ പാവങ്ങളും ഒക്കെ ആയിരിക്കാം. പക്ഷേ മറ്റുള്ളവർ അത് ഉപയോഗിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അലോരസങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയുക, അവരുടെ ഒരു പോസിറ്റീവാണ്. അവരുടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്ന പോലുള്ള ഒരു തോന്നലാണ് അവർക്ക് വരിക. അത് അതേ രീതിയിൽ തന്നെ കണ്ണ് കിട്ടുക എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അസൂയയും കുശുമ്പുള്ള നക്ഷത്രങ്ങളിൽപ്പെട്ടവരാണ് കാർത്തിക നക്ഷത്രം, അതുപോലെ തിരുവാതിര നക്ഷത്രം, അതുപോലെ ചോതി നക്ഷത്രം, അതുപോലെ കർക്കശ സ്വഭാവത്തോടു കൂടിയുള്ള മകയിര നക്ഷത്രം, അതുപോലെ വിശാഖ നക്ഷത്രം, പൂരാട നക്ഷത്രം, ചതയം നക്ഷത്രം. ചതയം നക്ഷത്രത്തിന് ചെറിയ അസൂയയും കുശുമ്പും പിടിവാശിയും ദേഷ്യവും ഒക്കെയുള്ളൊരു നക്ഷത്രമാണ് ചതയം നക്ഷത്രം. കുംഭക്കൂറിൽ ജനിച്ച നക്ഷത്രമാണ്. അതുപോലെ തന്നെ ഉത്രട്ട നക്ഷത്രം. ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ. അത് അവരുടെ എന്താ പറയുക, അവരുടെ മനസ്സിൻ്റെ ഇതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രതികാരം ചെയ്യണമെന്നോ ഒരു ശത്രുതാ മനോഭാവത്തോടോ ഒന്നുമല്ല. അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ കാര്യങ്ങൾക്കും അവരുടെ സാമാന്യന ഉള്ള പ്രകസനങ്ങൾക്കും അലങ്കാര രീതികൾക്കും മറ്റൊരാൾ കൊണ്ടുപോകുക. ഞാൻ എടുക്കുന്ന സാരി മറ്റൊരാൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാനിടുന്ന ആഭരണം മറ്റൊരാൾ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മാത്രമായിട്ട് അത് ഇട്ട് മറ്റുള്ളവരുടെ മുമ്പിലുള്ള ആ ഒരു എന്താ പറയുക, ഒരു മുൻപന്തിയിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ അത് മാറിപ്പോകുക എന്നുള്ളൊരവസ്ഥ കൊണ്ടാണ് ഒരാൾ മേടിക്കുന്നത്. അതേ ഒരാൾ അവിടെ അപ്പുറത്ത് മേടിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഇപ്പുറത്ത് മേടിക്കും. ഒരു ഫ്രിഡ്ജ് അവിടെ മേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഫ്രിഡ്ജ് മേടിക്കും. അവിടെ ഒരു TV ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇവിടെ വേറെ TV മേടിക്കും. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ആയിട്ടുള്ള ഇതാണ്. അവനവൻ കഷ്ടപ്പെടുന്ന രീതിയിൽ, അവനവൻ്റെ തൊക്കിനൊതുങ്ങുന്ന രീതിയിൽ, അവനവൻ്റെ വരുമാനത്തിനനുസരിച്ചിട്ട് അവനവൻ ജീവിക്കും. അതാണ് പറഞ്ഞത്, ചില നക്ഷത്രങ്ങളുടെ പ്രത്യേകതയാണ്. ഭർത്താവിന് ചിലപ്പോൾ ഒരു മാസത്തെ വരുമാനത്തിനേക്കാളും വലിയ ചിലവ് നടത്തുന്നതായിട്ടുള്ള സ്ത്രീകളുണ്ട്. എല്ലാ സ്ത്രീകളെയും കാര്യമല്ല പറയുന്നത്. കാരണം അവരെന്താന്ന് ചോദിച്ചാൽ അടുത്തുള്ള ആളിനെ കണ്ടാണ് പഠിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് അസൂയ അല്ലെ മനസ്സിൽ കുശുമ്പ്, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണകളും മറ്റു കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും. നല്ല രീതിയിലുള്ള ജീവിതം. കാര്യം അവനവൻ്റെ ആ വരുമാനത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക, അവനവൻ്റെ വരുമാനത്തിന്. അപ്പം നമുക്ക് അസൂയ അപ്പം തന്നെ നമുക്ക് തോന്നണം, എൻ്റെ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയാണല്ലോ ഇത്. അവരത് സാരി കൊടുത്തു നോക്കോട്ടെ, എനിക്ക് യോജിക്കുന്നതായിട്ടുള്ള മറ്റൊരു സാരി എനിക്ക് കൊടുക്കാമല്ലോ, എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടല്ലോ, അതൊന്ന് പിന്നെ അഴുക്കാകട്ടെ, എന്നിട്ട് മറ്റൊരു ഫ്രിഡ്ജ് മേടിക്കാം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു ആഠ്യത കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ പരമാവധി അസൂയയും കുശുമ്പും മാറ്റി നിർത്താൻ ഇങ്ങനെയുള്ള ഈ നക്ഷത്രക്കാർ കാണുന്ന എന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.